കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് നീണ്ടകര മത്സ്യത്തൊഴിലാളികളെ നമ്മുടെ മീഡിയസ് എല്ലാവരും കൂടെ ചേർന്ന് മനഃപൂർവ്വം ഭീതിയിലാഴ്ത്തുന്നുണ്ടോ? ബാ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ നീണ്ടകരയില് ഫേസ് ആയിട്ടുള്ള നമ്മുടെ ശിവബി ജോൺ സാറ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു പ്രശ്നം എങ്ങനെയായിരിക്കും നമ്മുടെ മത്സ്യബന്ധനത്തിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്? അല്ല, വളരെ ഗൗരവത്തോടുകൂടി അവധാനതയോടുകൂടി സമീപിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു അപകടം നിർഭാഗ്യവശാൽ നമ്മുടെ തീരപ്രദേശത്ത് വെച്ച് സംഭവിക്കുകയും അത് ഇപ്പോൾ കണ്ടെയ്നറുകളൊക്കെ കരയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ആദ്യം തന്നെ വളരെ തെറ്റായ ഒരു സന്ദേശമാണ് പുറത്തു വന്നത്. വളരെ അപകടകരമായ അവസ്ഥ എന്ന് ഉള്ള നിലയിലേക്ക് ആരും തുടരുത്, അടുത്തു പോകരുത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ കരയിൽ അടിഞ്ഞു വന്നത് പലതും തേയില അങ്ങനെയൊക്കെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളാണ്. അന്നേരം ഈ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല നമുക്ക് വേണ്ടത്. ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഒന്ന് സമാശ്വസിപ്പിക്കുന്ന അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അങ്ങനെ ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്ത്? ഈ വൻ കടലിനകത്ത് ഒട്ടനവധി വിഷമാലിന്യങ്ങൾ പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷേ അത് മത്സ്യത്തൊഴിലാളികളെ ആകെ ബാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രചരണം അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ എന്ന് പറയുന്നത് പടിവാതുക്കൾ നിൽക്കുകയാണ്. ഈ 2-3 മാസം കിട്ടുന്ന മത്സ്യം വെച്ച് വേണം അവരുടെ ഒരു വർഷത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അന്നേരം ഇവിടെ ഭീതി പരത്തുന്ന നിലയിലേക്ക്, ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാതെ ഭീതി പരത്തുന്ന നിലയിലേക്കുള്ള പ്രചരണം ദൗർഭാഗ്യകരമാണ്. അതൊഴിവാക്കണം. തീർച്ചയായിട്ടും എന്തെങ്കിലും അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് ജനങ്ങളെ അറിയിക്കുകയും അതിനുള്ള പ്രതിവിധി എന്തെന്നുള്ള ഇത് ആലോചിച്ച് അത് ചെയ്യുകയും ചെയ്യണം. ഭീതി മാക്സിമം ഒഴിവാക്കിയിട്ട് ഫാക്ട്സിലോട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പം താങ്ക് യു സാർ. ചെറിയൊരു